പത്തരമാറ്റിന്റെ ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓരോ പ്രതീക്ഷകൾക്കും കൃത്യമായ തിരിച്ചടികൾ ലഭിക്കുവാൻ തുടങ്ങിയപ്പോഴേക്കും വേണുവിന്റെ സമനില തന്നെ തെറ്റി തുടങ്ങിയിരിക്കുകയാണ്. അനാമികയെ അനന്തപുരിയിലെ മരുമകളാക്കി താൻ കെട്ടിയൊരുക്കി വിട്ടപ്പോൾ കണ്ട സ്വപ്നങ്ങൾ അത് ഓരോന്നായി വേണുവിന്റെ കാൽക്കൽ തകർന്നു വീഴുവാൻ തുടങ്ങിയിരിക്കുന്നു. മാത്രവുമല്ല, അവർ നോക്കി നിൽക്കുമ്പോൾ അവരുടെ കൺമുമ്പിൽ അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായ നയനയും നന്ദുവുമൊക്കെ വലിയ ഉയർച്ചകളിലേക്ക് എത്തുന്നു. അതിനെ ഏതുവിധേനയും തടഞ്ഞേ മതിയാവൂ. എന്നേക്കുമായി അനന്തപുരിയിൽ നിന്നും നവ്യയും നയനയും പടിയിറക്കി വിടണം. ഇല്ലെങ്കിൽ തൻ്റെ മകൾക്കിനി അധിക നാളുകൾ അവിടെ തുടരുവാൻ കഴിയില്ല. അങ്ങനെ അനന്തപുരിയിൽ നിന്നും അനാമിക പുറത്തു പോകേണ്ടി വന്നാൽ തുടർന്ന് മുൻപിലുള്ള ഏക പോംവഴി ആത്മഹത്യ മാത്രമാണ്. അനന്തപുരിയിൽ നിന്നും കണക്കില്ലാതെ പണം ലഭിക്കുമെന്നും ആ പണം കൊണ്ട് കടമെല്ലാം വീട്ടി ഒരു അടിപൊളി ജീവിതം നയിച്ച് മുൻപോട്ട് പോകാം എന്ന സ്വപ്നം കണ്ടു നടന്ന രേവതിയും ഇപ്പോൾ ധർമ്മസങ്കടത്തിലാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇരുവരുടെയും മുൻപിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻപിലുള്ള ഓരോ നിമിഷങ്ങളും നേട്ടമുണ്ടാക്കിയാൽ മാത്രമേ മതിയാവുകയുള്ളൂ. അതിനുവേണ്ടി എന്ത് മൂല്യങ്ങളും ബലി കഴിക്കുവാൻ തയ്യാറായിട്ട് അനാമികയും വേണുവും രേവതിയും ഒക്കെ മുൻപോട്ട് നീങ്ങുകയാണ്. അനന്തപുരിയിൽ പഴയതുപോലെ അല്ല കാര്യങ്ങൾ. സൂക്ഷിച്ചു കണ്ട് മുൻപോട്ട് നീങ്ങിയില്ലെങ്കിൽ പണി കിട്ടും എന്ന് അനാമികയ്ക്ക് വ്യക്തമായി അറിയാമെങ്കിലും വേണുവിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമ്മർദ്ദം അധികമായിരിക്കുന്നത് കൊണ്ട് അനാമികയുടെ മനസ്സിൽ ഇപ്പോൾ എങ്ങനെയെങ്കിലും മോഷണം നടത്തുക എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ആയതിനു വേണ്ടിയുള്ള തത്രപ്പാടിൽ അനന്തപുരിയിൽ ഓരോ നിമിഷവും വളരെ ശ്രദ്ധയോടുകൂടിയാണ് അനാമികയും ചുവടുകൾ വെക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ജലജയും വേണുവും രേവതിയും അനാമികയുമൊക്കെയായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ച നവ്യയ്ക്കും നയനയ്ക്കും എതിരെയുള്ളത് തന്നെയാണ്. ചേട്ടത്തിയും അനിയത്തിയും അനന്തപുരിയിൽ നിന്നും എങ്ങനെ പുറത്താക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് തലപ്പുകഞ്ഞ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ജലജ പറയുന്നുണ്ട്, ഒരു ദിവസം എല്ലാം ഒത്തുവന്നൊരു സാഹചര്യത്തിൽ ഞാൻ കുറച്ച് സ്വർണം മോഷ്ടിച്ച് അവളുടെ അമ്മയുടെ ബാഗിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. അതോടുകൂടി എല്ലാം തീരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അത് പിടിക്കപ്പെട്ടു. ഇതുവരെയും ആ ഒരു വാർത്ത അവളുമാർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അത് വെച്ച് ഓരോ നിമിഷവും എൻ്റെ മരുമകൾ എന്നെ നന്നായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, എൻ്റെ പോക്കും വരവുമെല്ലാം CCTV ക്യാമറ വെച്ച് പിടിച്ചെടുക്കുന്നത് പോലെ ആ മുടിഞ്ഞവൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ, നമ്മൾ ഒരുമിച്ച് നിൽക്കുക. നമ്മുടെ കൂട്ടായ പരിശ്രമത്തിൽ കൂടി അനന്തപുരിയിൽ നിന്നും അവളുമാരെ പടിയിറക്കി വിടുവാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നവ്യ ഇപ്പോൾ ഗർഭിണിയാണ്. പക്ഷേ അവൾ ആ കുഞ്ഞിനെ ഒരിക്കലും പ്രസവിക്കാൻ പാടില്ല. എന്തു വില കൊടുത്തിട്ടാണെങ്കിലും ഞാൻ അതിനെ ഇല്ലാതെയാക്കും. ആ കുഞ്ഞ് പിറന്നു വീണാൽ പിന്നെ ഒരിക്കലും അനന്തപുരിയിൽ നിന്നും അവളെ പുറത്താക്കുവാൻ ആർക്കും കഴിയില്ല. ഏറെ താമസിയാതെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നയനയും ഗർഭിണിയാകുവാൻ സാധ്യതയുണ്ട്. അവളും ഒരു കൊച്ചിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളുടെ കാര്യത്തിലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അപ്പോൾ പിന്നെ പരിങ്ങലിലാകുന്നത് അനാമികയുടെ കാര്യമാണ്. അനിയുമായിട്ട് അനാമികയ്ക്ക് യാതൊരു ബന്ധവുമില്ല. നേരെ നോക്കിയാൽ ഇരുവരും കീരിയും പാമ്പുമാണ്. ഇതൊക്കെ അപകടകരമായ പോക്കാണെന്ന് ആർക്കാണ് അറിയാത്തത്? ചുരുക്കി പറഞ്ഞാൽ അവളുമാർ അനന്തപുരിയിൽ വാഴുകയും ചെയ്യും, അനാമിക അവിടുന്ന് പുറത്താവുകയും ചെയ്യും. ഈ പോക്ക് കണ്ടിട്ട് എനിക്കതാണ് തോന്നുന്നത്. ഇത്രയും കേട്ടപ്പോഴേക്കും വേണു കോപത്തോടെ പറയുകയാണ്, എൻ്റെ മോളെ പുറത്താക്കിയിട്ട് അവിടെ കുറ്റിയടിച്ച് പാർക്കാമെന്നുള്ള തീരുമാനം ആർക്കും വേണ്ട. അത്തരത്തിലുള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ ഈ അനന്തപുരി തന്നെ വേണു അങ്ങ് കത്തിക്കും. എന്നെക്കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അനന്തപുരിയിലെ ഓരോരുത്തരെയും ഞാൻ കാണിച്ചു കൊടുക്കാം. മൂർത്തി സാർ ഇതുവരെ കരുത്തുള്ള ആണുങ്ങളുമായിട്ട് കൊമ്പ് കോർത്തിട്ടില്ല. വരട്ടെ, നമുക്ക് കാണാം. ഉടനെ ജലജ പറയുകയാണ്, എൻ്റെ പൊന്നു ചേട്ടാ, ഇങ്ങനെ വികാരം കൊണ്ടിട്ടൊന്നും അവിടെ ഒരു കാര്യവുമില്ല. ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത്. അല്ലാതെ ബഹളവും ഒച്ചപ്പാടും കൊണ്ടൊന്നും ആർക്കും ഒരു നേട്ടവും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവളുമാരെ രണ്ടുപേരെയും അനന്തപുരിയിൽ നിന്നും പുറത്താക്കാൻ നമുക്ക് പറ്റും. അത് ഉറപ്പാണ്. അതിനൊക്കെയുള്ള ചില മാർഗങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പെട്ടെന്ന് രേവതി ചോദിക്കുകയാണ്, എന്താ ജലജെ, എന്താണ് ആ മാർഗം? അതങ്ങ് പറ. ഞങ്ങൾക്കതിൽ എന്ത് ചെയ്യുവാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ ആ കാര്യത്തിലേക്ക് അങ്ങ് കടക്കാം. അപ്പോൾ ജലജ പറയുകയാണ്, കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് പ്ലാൻ ചെയ്ത രീതികളിലുള്ളത് തന്നെയാണ്. അത് മറ്റൊരു രീതിയിൽ നടപ്പാക്കുക എന്നുള്ളതാ. എന്ന് വെച്ചാൽ ആ ജ്വല്ലറിയിൽ നിന്നും കുറച്ചധികം പണം മോഷ്ടിക്കണം. അതിൻ്റെ ഉത്തരവാദിത്തം നയനയുടെ തലയിൽ കെട്ടിവെക്കുകയും വേണം. അപ്പോൾ വേണു പറയുകയാണ്, ജലജ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അബിയെ കൊണ്ട് അവിടെ ചില തിരിമറികളൊക്കെ നടത്തുവാൻ നമ്മൾ ശ്രമിച്ചു. പക്ഷെ അത് പരാജയപ്പെട്ടു. ആദർശിന് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അബി തന്നെയാണ് അതിൻ്റെ പിൻപിൽ കളിച്ചതെന്ന്. പിന്നെ വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നടപടിയെടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജലജ പറയുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ ജ്വല്ലറി വിട്ടുപിടിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കാരണം ജ്വല്ലറിയിൽ നിന്നും സ്വർണം മോഷ്ടിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് പണം മോഷ്ടിക്കുന്നത്. തന്നെയുമല്ല, ഈ സ്വർണവുമായോ ജ്വല്ലറിയിലെ പണവുമായോ നയനയ്ക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. നയനെ അവിടെ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. ആ വരപ്പ് കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു പോരുന്നു. അതല്ലാതെ മറ്റൊരു കാര്യങ്ങളിലും നയന ഇടപെടാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
അത് നയനയുടെ തലയിൽ അങ്ങനെ കെട്ടിവെച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യം അത് അനന്തപുരിയിൽ വേണമെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ജലജ പറയുകയാണ്, അനന്തപുരിയിൽ ഈസി ആയിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും നടക്കുകയില്ല. ഏട്ടത്തിയുടെ കയ്യിലാണ് സകലത്തിൻ്റെയും കൺട്രോള്. ധാരാളം പണവും കണക്കിൽപ്പെടാത്ത സ്വർണവും ഒക്കെ അനന്തപുരിയിലുണ്ട്. അതെല്ലാം തന്നെ ഒരു ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിൻ്റെ താക്കോല് ഏട്ടത്തി ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. ജലജ ഇത് പറയുമ്പോഴാണ് അനന്തപുരിയിൽ അങ്ങനെ ഒരു ലോക്കർ ഉണ്ട് എന്നുള്ള കാര്യം തന്നെ അനാമിക അറിയുന്നത്. ഒരു ഞെട്ടലോടെ അനാമിക ചോദിക്കുകയാണ്, ആഹാ, അപ്പച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത്? അനന്തപുരിയിൽ ലോക്കർ ഉണ്ടെന്നോ? അയ്യോ മോളെ, നീ ഇത്രയും നാളും ഇവിടെ താമസിച്ചിട്ട് നിനക്ക് മാത്രം ഇത് മനസ്സിലായില്ലേ? നിന്റെ അമ്മായിയമ്മ പോലും ഇതൊന്നും നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇല്ല പച്ചി, എനിക്കിതൊന്നും അറിയില്ല. എങ്കിൽ കേട്ടോ, അങ്ങനെ ഒരെണ്ണം അനന്തപുരിയിലുണ്ട്. അതിൽ കണ്ടമാനം സ്വർണവും പണവും ഒക്കെയുണ്ട്. അയ്യോ, അങ്ങനെ ഇതെല്ലാം വീട്ടിൽ സൂക്ഷിച്ചാൽ ഇതൊക്കെ മോഷണം പോകാൻ സാധ്യതയില്ലേ? കള്ളന്മാരാരെങ്കിലും കയറിയാൽ ഒക്കെ പോവുമല്ലോ. എൻ്റെ പൊന്നുമോളെ, അനന്തപുരിയിൽ നിന്നും ഇത്രയും കാലത്തിനുള്ളിൽ ഒന്നും മോഷണം പോയിട്ടില്ല, പോവുകയുമില്ല. അത്രമാത്രം സുരക്ഷിതമായിട്ടാണ് എല്ലാം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ എല്ലായിടത്തും CCTV ക്യാമറയുമുണ്ട്. ഏതെങ്കിലും ഭാഗത്തൊന്ന് തൊട്ടാൽ ആ വീട് മുഴുവൻ മുഴങ്ങുന്ന അലാറവും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്നും കൂടാതെ ബാങ്കിലെ ലോക്കറിൽ ഓരോരുത്തരുടെ പേരിലുള്ള സ്വർണവും ധാരാളം സൂക്ഷിച്ചിട്ടുണ്ട്. തീർന്നില്ല, നമ്മുടെ ജ്വല്ലറിയിൽ ഏറ്റവും നല്ല ഡിസൈനുകളൊക്കെ തയ്യാറാക്കുമ്പോൾ അതിലൊന്ന് അച്ഛൻ അമ്മയ്ക്ക് കൊണ്ടുവന്ന് ആദ്യം കൊടുക്കും. അതൊക്കെ സൂക്ഷിക്കുന്നത് അമ്മ തന്നെയാണ്. അങ്ങനെയുള്ള ആഭരണ ശേഖരത്തിൽ നിന്നുമാണ് നയനയ്ക്ക് 100 പവൻ കൊണ്ട് കൊടുത്തത്. പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്തത് എനിക്കും മോളുടെ അമ്മായി അമ്മയ്ക്കും മാത്രമാണ്. അജയൻ അങ്ങനെ പ്രത്യേകിച്ച് വലിയ സമ്മാനങ്ങളൊന്നും ജാനകിക്ക് കൊടുക്കാറില്ല. അതുപോലെ തന്നെയാണ് എൻ്റെയും കാര്യം. പിന്നെ വല്ലപ്പോഴുമൊക്കെ ജ്വല്ലറിയിലേക്ക് പോകുമ്പോൾ ആവശ്യമുള്ളതൊക്കെ എടുത്തുകൊള്ളാൻ പറയും. അങ്ങനെ ഞാൻ എന്തെങ്കിലും എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ജലജയോട് അനാമിക ചോദിക്കുകയാണ്, അല്ലപ്പച്ചി, അനന്തപുരിയിലെ ലോക്കറിൽ ഏകദേശം എത്രമാത്രം സ്വർണം ഉണ്ടാകാനാണ് സാധ്യത? എൻ്റെ മോളെ, അതിൻ്റെയൊക്കെ കണക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. കോടികളുടെ ഉരുപ്പടികളാണ് അനന്തപുരിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും മുറിയോട് ചേർന്നാണ് ഈ ലോക്കറുമുള്ളത്. അപ്പോൾ അനാമിക പിന്നെയും സംശയം ചോദിക്കുക, അല്ല, എന്തിനാണ് ഈ സ്വർണമെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത്? അതൊക്കെ ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിൽക്കുകയാണെങ്കിൽ അത്രയും കൂടി പണം ഉണ്ടാക്കാൻ പറ്റില്ലേ? എൻ്റെ പൊന്നുമോളെ, കാരണവന്മാരുടെ കാലം മുതലേ കൂട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന നിധിശേഖരമാണിതൊക്കെ. ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് ഇതെന്നാണ് അച്ഛനും അമ്മയും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എത്ര തലമുറ കഴിഞ്ഞാലും അതിലൊരു തുള്ളി പോലും എടുക്കില്ല. അതിൻ്റെ മുകളിലേക്ക് പുതുതായി കൊണ്ടുവെക്കുകയല്ലാതെ ഒന്നും അവിടുന്ന് പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. ആ ലോക്കറിൻ്റെ താക്കോൽ അച്ഛൻ അമ്മയുടെ കയ്യിലായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ജയേട്ടൻ വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ താക്കോൽ അമ്മ ഏട്ടത്തിയെ ഏൽപ്പിച്ചു. ഈയിടെ അച്ഛൻ പ്രഖ്യാപിച്ചല്ലോ, അനന്തപുരി തറവാടിൻ്റെ അടുത്ത അവകാശം വരുന്നത് ആദർശിൻ്റെയും നയനയുടെയും പേരിലായിരിക്കുമെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ താക്കോൽ തുടർന്ന് സൂക്ഷിക്കുന്നയാൾ നയനയായിരിക്കും. ഇതൊക്കെ ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ വരുന്നത്. അഷ്ടിക്ക് വകയില്ലാതെ വഴിയരികിൽ കിടന്ന ഈ നയനയെന്ന് പറഞ്ഞവൾ അർഹതയില്ലാതെ ഈ വീട്ടിലേക്ക് വന്നു കയറി എന്നുള്ളത് മാത്രവുമല്ല, ഈ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത സ്വത്തുക്കളുടെ എല്ലാം അവകാശിയും സൂക്ഷിപ്പുകാരിയും ഒക്കെയായി മാറുന്നു. അതെങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവൾക്കെതിരെ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നത്. ജലജയുടെ ഈ വിവരണങ്ങളൊക്കെ കേട്ട് പകച്ചു നിന്ന വേണു ചോദിക്കുകയാണ്, എന്നാലും ജലജയെ, ഈ സമ്പത്ത്, ഈ സ്വർണങ്ങളൊക്കെ, ഇതിനൊക്കെ എത്രത്തോളം മൂല്യമുണ്ടെന്ന് എന്തെങ്കിലും ഊഹമുണ്ടോ ജലജയ്ക്ക്? എൻ്റെ വേണുവേട്ട, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. 100 കോടിക്ക് മുകളിൽ സ്വർണങ്ങൾ തന്നെയുണ്ട്. കൂടാതെ വലിയ വിലപിടിപ്പുള്ള ഡയമണ്ടുകളും ഒക്കെ ആ കൂട്ടത്തിലുണ്ട്. ഡയമണ്ട് എന്നൊക്കെ കേട്ടപ്പോഴേക്കും സത്യത്തിൽ വേണുവിൻ്റെ കിളി പാറുന്നുണ്ട്. അനന്തപുരിയിലെ മൂർത്തി സാർ എന്ന് പറയുന്ന ഞങ്ങളുടെ അച്ഛനുണ്ടല്ലോ, നമ്മൾ ആരും കരുതുന്ന ആളല്ല അദ്ദേഹം ഇപ്പോൾ അധികമൊന്നും സംസാരിക്കാതെ തൻ്റെ വാർദ്ധക്യത്തെ അംഗീകരിച്ച് അടങ്ങി ഒതുങ്ങി കഴിയുകയാണ്. പക്ഷേ ആയകാലത്ത് ആളൊരു പുലിയായിരുന്നു. എങ്ങനെ ബിസിനസ് നടത്തണമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. നിസ്സാരമായ കളികൾക്കൊന്നും ഞങ്ങളുടെ അച്ഛൻ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. ഓരോ ഇടപാടുകൾ നടത്തുമ്പോഴും അതിലൂടെയെല്ലാം ഊഹിക്കാൻ കഴിയുന്നതിലപ്പുറം നേട്ടങ്ങളാണ് അച്ഛൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അച്ഛനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരു കഠിനാധ്വാനിയായിരുന്നു. അതിൻ്റെ നേട്ടങ്ങളൊക്കെ അദ്ദേഹം ഉണ്ടാക്കി. പിന്നെ സത്യം പറയാമല്ലോ, അത്രയൊന്നുമില്ലെങ്കിലും ഏകദേശം ആദർശും അതേ വഴിയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഇതൊക്കെ കേട്ട് അമ്പരന്ന് നിൽക്കുന്ന വേണു ഇടയ്ക്ക് ചോദിക്കുകയാണ്, അല്ല ജലജെ, ഈ താക്കോൽ കൂട്ടങ്ങളൊക്കെ ദേവയാനി എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് എന്തെങ്കിലും നിശ്ചയമുണ്ടോ? അയ്യോ എൻ്റെ വേണുവേട്ട, താക്കോൽ കൂട്ടം എന്നൊന്നും പറയാനില്ല. ഒറ്റ താക്കോല് മാത്രമേ ഉള്ളൂ. അത് ആ ലോക്കറിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയുള്ള റൂമിൻ്റെ വാതിൽ തുറക്കുന്നതാണ്. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയാൽ പിന്നെ ലോക്കറുകളാണ് കാണുന്നത്. അതിന് നമ്പർ ലോക്കിംഗ് സിസ്റ്റമാണ്. ആ നമ്പറുകളൊക്കെ കൃത്യമായി അറിയുന്ന 4 ആൾക്കാർ മാത്രമേ അനന്തപുരിയിലുള്ളൂ. ഒന്ന് അച്ഛൻ, പിന്നെ അമ്മ, പിന്നെ ഉള്ളത് ആദർശും ഏട്ടത്തിയുമാണ്. മൂത്ത മകനായ ജയേട്ടന് പോലും ഇതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല.
ജയേട്ടൻ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാറുമില്ല. കാരണം ഏട്ടത്തിയുടെ കൈകളിലെല്ലാം സുരക്ഷിതമാണെന്ന് ജയേട്ടന് നന്നായിട്ട് അറിയാം. കാര്യങ്ങൾ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ വേണു പറയുകയാണ്, അപ്പോൾ മോളെ, നിന്റെ ഭർത്താവിനും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യാതൊരു പങ്കുമില്ലെന്ന് സാരം. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ ചൊറിയും കുത്തി എവിടെങ്കിലും ഇരിക്കാം. ഇവന്മാരൊക്കെ ആണുങ്ങളാണോ എന്നാണ് എൻ്റെ സംശയം. സാരമില്ല, പണി എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കാട്ടിക്കൊടുക്കാം. അപ്പോൾ ജലജ പറയുകയാണ്, പിന്നെ വേണുവേട്ടാ, അനിയോട് ആദർശിന് വലിയ കാര്യമാണ്. എല്ലാ കാര്യങ്ങളിലും അവനെ ഉൾപ്പെടുത്തണമെന്നും ആദർശിന് താല്പര്യമുണ്ട്. പക്ഷേ അനിക്ക് അതിനോട് ഒരു താല്പര്യവുമില്ല. അതാണ് അനിയുടെ പ്രത്യേകത. എന്നാൽ അഭിയാണെങ്കിലോ ഒരു കാര്യത്തിലും അവനെ ആരും അടുപ്പിക്കുകയുമില്ല. അപ്പോൾ അനാമിക മനസ്സിൽ പറയുന്നുണ്ട്, എങ്ങനെ അടുപ്പിക്കാനാ? അടുപ്പിച്ചാൽ അയാൾ അടുപ്പുകല്ലും പൊളിച്ചുകൊണ്ട് പോകുമെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. തുടർന്ന് വേണു വീണ്ടും ചോദിക്കുകയാണ്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജലജെ നമ്മുടെ പദ്ധതികളുമായിട്ട് നമ്മൾ മുൻപോട്ട് പോകുന്നത്? അല്ല, ഈ സ്വർണവും രത്നങ്ങളും മാത്രമേ ഉള്ളോ അനന്തപുരിയിൽ? പണമൊന്നും അവിടെ സൂക്ഷിക്കാറില്ലേ? വേണുവേട്ട, പണമെല്ലാം ബാങ്കിലേക്കല്ലേ പോകുന്നത്. അങ്ങനെ വലിയ തുകയൊന്നും അനന്തപുരിയിൽ സൂക്ഷിക്കാറില്ല. വീട്ടു ചെലവിനുള്ള പൈസയും അത്യാവശ്യം ഷോപ്പിങ്ങിന് വേണ്ടതുമൊക്കെ മാത്രമേ അവിടെ കാണുകയുള്ളൂ. അതും ഏട്ടത്തിയുടെ കയ്യിൽ തന്നെയാണ്. പിന്നെ ആദർശിന്റെ കയ്യിലും കുറച്ചൊക്കെ പൈസ ഉണ്ടാവും. എങ്ങനെ പോയാലും ഒരു 5-8 ലക്ഷം രൂപയെങ്കിലും എപ്പോഴും അലമാരിയിലുണ്ടാകും. അപ്പോൾ വേണു പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ദേവയാനിയുടെ മുറിയിലുള്ള പണം തന്നെ കൈക്കലാക്കണം. തുടർന്ന് നമുക്ക് ആ പണം നയനയുടെ മുറിക്കകത്ത് കൊണ്ട് ഒളിപ്പിക്കുകയും ചെയ്യണം. അല്ല, ഇനിയും ഇവരുടെയൊക്കെ ബെഡ്റൂമിനുള്ളിൽ CCTV ക്യാമറ വല്ലതും വെച്ചിട്ടുണ്ടോ? ഉടനെ ജലജി ഒന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അതെന്തൊരു വർത്തമാനമാണ് വേണുവേട്ട. ബെഡ്റൂമിൽ ആരെങ്കിലും ഒക്കെ ക്യാമറ ഫിറ്റ് ചെയ്യുമോ? അതിനകത്ത് കയറി പണമൊക്കെ എടുക്കുവാൻ ഈസി ആയിട്ട് കഴിയും. പക്ഷേ അവിടെ നടന്നു പോകുന്ന വഴികളിലൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട്. അത് വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് സമയത്തേക്ക് ഈ ക്യാമറകളൊക്കെ പ്രവർത്തനരഹിതമാക്കുവാൻ അബിക്കറിയാം. അവൻ അതൊക്കെ ചെയ്തുകൊള്ളും. അപ്പോൾ വേണു പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഞാൻ അതേക്കുറിച്ച് കാര്യമായിട്ടൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് എത്ര എടുക്കണം, അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ ഞാൻ പറയാം. ഇത് പറഞ്ഞിട്ട് വേണു രേവതിയെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. തുടർന്ന് അടുത്ത ദിവസം തന്നെ വേണുവും രേവതിയും കൂടി അനാമികയും ജലജയും ഫോണിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അബിയുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ ഒരു പ്രത്യേക സമയം കണ്ടെത്തി ആ സമയത്ത് അവിടുത്തെ ക്യാമറകളൊക്കെ ഓഫ് ചെയ്യണം. തുടർന്ന് നിങ്ങൾ 2 ആളും കൂടി ആ മുറിയിലേക്ക് കയറണം. ഒരാൾ വാതിൽക്കൽ കാവൽ നിൽക്കണം, മറ്റൊരാൾ പണം മുഴുവനും അവിടെ നിന്ന് എടുക്കണം. പിന്നീട് ആ പണം എടുത്തുകൊണ്ട് അപ്പോൾ തന്നെ ആദർശിൻ്റെയും നയനയുടെയും മുറിയിലേക്ക് കടക്കുകയും നയനയുടെ വസ്ത്രങ്ങൾക്കിടയിൽ ഈ പണം മുഴുവനും ഒളിപ്പിക്കുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയൊക്കെ തന്നെ കാര്യങ്ങളെത്തും. അങ്ങനെ വേണു പറഞ്ഞത് കേട്ട് ജലജയും അനാമികയും കൂടി അബിയെ കൊണ്ട് അവിടെയുള്ള ക്യാമറകളൊക്കെ ഓഫ് ആക്കിച്ചിട്ട് ദേവയാനി അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കടന്നു പോവുകയാണ്. അനാമികയാണ് മോഷണത്തിന് വേണ്ടി മുറിക്കകത്തേക്ക് കയറുന്നത്. ഈ സമയത്ത് ജലജ റൂമിന് പുറത്ത് കാവൽ നിൽക്കുകയാണ്. അനാമിക അകത്തേക്ക് കയറി ഷെൽഫിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണം മുഴുവനും എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്നു. തുടർന്ന് ഈ പണം വേണു പറഞ്ഞതുപോലെ തന്നെ നയനയുടെ മുറിയിലേക്ക് കൊണ്ടുപോവുകയും നയനയുടെ വസ്ത്രങ്ങൾക്കിടയിലേക്ക് ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തിട്ട് ഒരു തെളിഞ്ഞ ചിരിയോടുകൂടി അനാമിക പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. തുടർന്ന് കാണുന്നത് വൈകിട്ടത്തെ ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ വിശ്രമിക്കുവാൻ വേണ്ടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ദേവയാനി തൻ്റെ അലമാര തുറക്കുകയാണ്. അലമാര തുറന്നു നോക്കുന്ന ദേവയാനി പെട്ടെന്ന് ഞെട്ടലോടുകൂടി ജയനോട് ചോദിക്കുകയാണ്, ജയേട്ടാ, ഇവിടെ ഇരുന്ന പൈസ കണ്ടിരുന്നോ? എന്തെങ്കിലും ആവശ്യത്തിന് ജയേട്ടൻ പൈസ എടുത്തോ? പൈസയോ? ഞാൻ എടുത്തോന്നോ? നിനക്കെന്താണ്? ഞാൻ അങ്ങനെ ഇവിടെ നീ വെച്ചിരിക്കുന്ന പൈസയൊന്നും എടുക്കാറില്ലല്ലോ. അഥവാ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നോട് സംസാരിക്കാറുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല ജയേട്ടാ, ഞാൻ ഇവിടെ വെച്ചിരുന്ന പണം കാണുന്നില്ല. ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് അടുത്തുണ്ടായിരുന്നു. പെട്ടെന്ന് ജയൻ പറയുകയാണ്, നീ ശരിക്കും ഒന്നുകൂടി നോക്ക് ദേവയാനി, ഇത്രയും പണം ഇവിടെ നിന്ന് ആരെടുത്തുകൊണ്ട് പോകാനാ? ഇവിടെ കാണും. ഇല്ല ജയേട്ടാ, ഞാൻ ഇവിടെ മുഴുവൻ പരിശോധിച്ചു. അപ്പോൾ ജയൻ വീണ്ടും പറയുകയാണ്, അതെങ്ങനെ സംഭവിച്ചു? അല്ല, കഴിഞ്ഞ ദിവസമല്ലേ അനാമികയുടെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ട് പോയത്? ഇനി ഒരുപക്ഷെ മകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ അടിച്ചു മാറ്റിയതായിരിക്കുമോ? ഇല്ല ജയേട്ടാ, അവർ പോയതിനു ശേഷവും ആ പണം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി സംശയിക്കേണ്ടത് ജലജയെയോ അബിയെയോ ആയിരിക്കും. അവനെ പിടിച്ച് കരണത്തിരണ്ട് പൊട്ടിച്ചാൽ തത്ത പറയുന്നത് പോലെ അവൻ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ദേവയാനി പറയുകയാണ്, എന്തായാലും ഈ വിവരം ആദർശിനോട് ഇപ്പോൾ തന്നെ പറയണം. ആദർശ് മാത്രമല്ല, അച്ഛനും അമ്മയും ഈ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും അറിയണം. ഈ പണം ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ എന്തായാലും സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തുടർന്ന് ദേവയാനിയും ജയനും കൂടി ആദർശിൻ്റെ മുറിയിലേക്ക് എത്തിയിട്ട് ആദർശിനോട് കാര്യങ്ങൾ പറയുകയാണ്. അമ്മയുടെ മുറിയിൽ നിന്നും പണം നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോഴേക്കും ആദർശ് വല്ലാത്തൊരു പരിഭ്രമത്തോടു കൂടി ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ദേവയാനി നയനയുടെ മുഖത്തേക്ക് ഒന്ന് ഒളികണ്ണിട്ട് നോക്കിയിട്ട് പറയുകയാണ്, സംശയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം മാത്രമേ ഉള്ളൂ. മോഷണം ഒരു കലയാക്കി മാറ്റിയ 1-ലധികം ആൾക്കാർ ഈ തറവാട്ടിലുണ്ടല്ലോ.
അപ്പോൾ പിന്നെ എങ്ങനെയാണ് സംശയിക്കാതിരിക്കുക? ഇനിയിപ്പോൾ ഇവിടെയുള്ളവരിൽ ആരാണിത് ചെയ്തത്, അല്ലെങ്കിൽ ആരൊക്കെ ചേർന്നാണിത് ചെയ്തത് എന്ന് മാത്രം അന്വേഷിച്ച് കണ്ടെത്തിയാൽ മതി. അപ്പോൾ ആദർശ് പറയുകയാണ്, അമ്മേ, നമുക്കിവിടെയുള്ള CCTV ഫൂട്ടേജുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മുറിക്കകത്തേക്ക് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഇത് പറഞ്ഞ് ആദർശും നയനയും കൂടി CCTV പരിശോധിക്കുകയാണ്. ആ സമയത്ത് ഒരു നിശ്ചിത സമയത്തേക്ക് CCTV ഓഫ് ആകുന്നു. ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം വീണ്ടും അത് പഴയതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആദർശും നയനയും കണ്ടെത്തുകയാണ്. ഇക്കാര്യം ആദർശ് ദേവയാനിയോടും ജയനോടും ഒക്കെ പറയുന്നുണ്ട്. തുടർന്ന് അനന്തപുരിയിൽ എല്ലാവരെയും ഈ വാർത്ത അറിയിക്കുകയും അതേ തുടർന്നുണ്ടായ ചർച്ചകൾ അവിടെ കൊഴുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, ഈ CCTV പണി മുടക്കിയതൊരു പക്ഷേ യാദൃശ്ചികമായി സംഭവിച്ചതായിരിക്കാം. പെട്ടെന്ന് അനാമിക അത് കേട്ടുകൊണ്ട് പറയുകയാണ്, ആദർശേട്ടാ, കുഴപ്പങ്ങളൊന്നുമില്ലാതിരുന്ന CCTV ഈ പണം നഷ്ടപ്പെടുന്ന ഈ സമയത്ത് തന്നെ പണി മുടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവിടെ പണത്തിന് ആവശ്യമുള്ള പല ആൾക്കാരുമുണ്ട്. ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും ദുരിതത്തിലുമൊക്കെ ജീവിച്ചു വന്ന ചില ആൾക്കാർ ഇത്രയധികം പണമൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ അവർ അന്തം വിട്ടു പോയിട്ടുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് അത് കാണുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അവർ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ പുറത്തു വരും. ഇത്രയും കേട്ടപ്പോഴേക്കും പെട്ടെന്ന് അനാമികയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നവ്യ പൊട്ടിത്തെറിക്കുകയാണ്. അനാമിക സൂക്ഷിച്ചു സംസാരിക്കണം. നീ ആരെ ഉന്നം വെച്ചാണ് ഈ സംസാരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾ ഈ വീട്ടിലേക്ക് വളഞ്ഞ വഴിയിൽ കൂടി തന്നെ കയറി വന്നവരാണ്. ഇല്ലായ്മയിൽ ജീവിച്ചവരുമാണ്. പക്ഷേ ഒരു മനുഷ്യൻ്റെയും ഒന്നും ഞങ്ങൾ ഇതുവരെ മോഷ്ടിച്ചിട്ടില്ല, മോഷ്ടിക്കണമെന്ന് ചിന്തിച്ചിട്ടുമില്ല. പിന്നെ മോഷണമൊക്കെ ആരാണ് നന്നായി വശമാക്കി വെച്ചിരിക്കുന്നതെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പെട്ടെന്ന് മുത്തശ്ശൻ പറയുകയാണ്, നിർത്ത്. അനാമികയോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം സംസാരിക്കുമ്പോൾ വ്യക്തമായ തെളിവുകളില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന്. ജാനകി, നിന്നോട് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് നിന്റെ മരുമകളെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന്. പക്ഷെ നിനക്കും അത് കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവളാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾക്കൊക്കെ ആരംഭം കുറിക്കുന്നത്. ഇവളെ പറഞ്ഞു മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തും. ഇതൊക്കെ കേട്ടിട്ട് ഒരു മറുപടിയും പറയുവാനാവാതെ ജാനകി അങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. ഉടനെ നയന പറയുകയാണ്, എന്തായാലും എന്നെയും എൻ്റെ ചേച്ചിയുമാണല്ലോ ഇവൾ സംശയിച്ചത്. അവൾക്ക് മാത്രമല്ല, ഈ വീട്ടിൽ മറ്റു ചിലർക്ക് കൂടി ഞങ്ങളെ സംശയമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ആദ്യം ഞങ്ങളുടെ രണ്ടുപേരുടെയും മുറി ഒന്ന് പരിശോധിക്കും. അപ്പോൾ നവ്യ പറയുന്നു, അതെ, ആദ്യം എൻ്റെ മുറി തന്നെ പരിശോധിക്കും. ഇത് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് നവ്യ തൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. തുടർന്ന് ആദർശും ദേവയാനിയും കൂടി നവ്യയുടെ മുറി വിശദമായി പരിശോധിക്കുന്നു. പക്ഷെ അവിടെ നിന്നൊന്നും ലഭിക്കുന്നില്ല. അടുത്തതായിട്ട് നയനയുടെ മുറിയിലേക്ക് അവർ കയറിപ്പോവുകയാണ്. തുടർന്ന് ദേവയാനിയും ആദർശും കൂടി നയനയുടെ മുറിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് ജലജയും അനാമികയും ആ മുറിയുടെ വാതിൽക്കൽ വന്ന് നോക്കി നിൽക്കുകയാണ്, അവിടെ നിന്ന് പണം എടുക്കുന്നത് കാണുവാൻ. പരിശോധന ആരംഭിക്കുന്ന സമയത്ത് അനാമിക ജലജയുടെ ചെവിയിൽ പറയുകയാണ്, അവളുടെ ഷെൽഫിൽ സാരി അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും അടിയിൽ വളരെ കൃത്യമായിട്ട് ഞാൻ എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. 2 മിനിറ്റിനുള്ളിൽ തന്നെ വലിയമ്മയോ ആദർശേട്ടനോ അത് അവിടുന്ന് പൊക്കും. തുടർന്ന് ആദർശും ദേവയാനിയും കൂടി നയനയുടെ ഷെൽഫും ആ മുറിയുമെല്ലാം വിശദമായി പരിശോധിക്കുകയാണ്. തുണികൾ ഓരോന്നായി വാരി പുറത്തേക്കിട്ടിട്ട് പരിശോധിക്കുന്നു. പക്ഷേ ഇല്ല, എവിടെയും ഒന്നും കണ്ടെത്തുവാൻ കഴിയുന്നില്ല. ഇവിടെയും ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി പുറത്തേക്ക് വരുമ്പോൾ ജലജ അനാമികയോട് ചോദിക്കുകയാണ്, നീയല്ലേ പറഞ്ഞത് സാരികൾക്കിടയിൽ പണം വെച്ചിട്ടുണ്ടെന്ന്? എന്നിട്ട് അവിടെയെങ്ങും ഒന്നുമില്ലല്ലോ, എവിടെ പോയി? അയ്യോ അപ്പച്ചി, ഞാൻ അവളുടെ സാരിയുടെ അടിയിൽ തന്നെയാണ് ആ പണം മുഴുവൻ വെച്ചത്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആ പൈസ അങ്ങോട്ട് കൊണ്ടുപോകുന്നതും തിരിച്ച് കയ്യും വീശി അവിടുന്ന് ഇറങ്ങി വരുന്നതുമെല്ലാം അപ്പച്ചി കണ്ടുകൊണ്ടുവന്ന കാഴ്ചയല്ലേ? ഈ സമയത്ത് അനാമികയുടെ മുറിയിലേക്ക് പരിശോധിക്കുവാൻ വേണ്ടി ദേവയാനിയും ആദർശും കടക്കുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, പരിശോധിച്ചു, എവിടെ വേണമെങ്കിലും പരിശോധിച്ചോ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് കേട്ടുകൊണ്ട് ദേവയാനി അകത്തേക്ക് കയറി ഷെൽഫ് തുറന്നിട്ട് അനാമികയുടെ ഡ്രസ്സുകൾ ഓരോന്നായി വാരി താഴേക്കിടുകയാണ്. അവസാനം എത്തുമ്പോൾ അനാമികയുടെ സാരികൾ അടുക്കിയിരുന്നതിൻ്റെ ഏറ്റവും താഴെയായി പണം കെട്ടുകെട്ടായി അടുക്കി വെച്ചിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് ദേവയാനി ഒന്ന് ഞെട്ടുന്നുണ്ട്. ദേവയാനി ഞെട്ടിയതിനേക്കാൾ അധികമായിട്ട് അനാമിക ഞെട്ടുകയാണ്. എന്നിട്ട് അനാമിക ചോദിക്കുകയാണ്, അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു? ഇതാരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഇത് കണ്ടുകൊണ്ട് നവ്യ പറയുകയാണ്, ഇപ്പോൾ എങ്ങനെയുണ്ട്? അഷ്ടിക്ക് വകയില്ലാത്ത ഞങ്ങളാണ് പണം കാണുമ്പോൾ ഹാലിളകി പോകുന്നതും അടിച്ചു മാറ്റുന്നതും എന്ന് നീ പറഞ്ഞു. എന്നിട്ട് അമ്മായിയുടെ മുറിയിൽ നിന്ന പണം എങ്ങനെയാടി നിന്റെ മുറിക്കകത്ത് എത്തിയത്? അതിനുള്ള മറുപടി പറയേണ്ടത് നീയാണ്. എന്തായാലും നിനക്ക് പണത്തോട് ആർത്തി ഒട്ടുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ നീ ഒന്നും മോഷ്ടിക്കത്തുമില്ല. പിന്നിതിവിടെ എങ്ങനെ സംഭവിച്ചു? ഉടനെ അനാമിക പറയുകയാണ്, ഇത് ചതിയാണ്. എന്നെ കള്ളിയാക്കുവാൻ വേണ്ടി ആരോ ബോധപൂർവ്വം നടത്തിയ കള്ളത്തരങ്ങളാണിതെല്ലാം. വലിയമ്മേ, എനിക്ക് ഉറപ്പാണ് ഇവൾ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവൾ എന്നെ കള്ളിയാക്കുവാൻ വേണ്ടി ഈ പണം അവിടുന്ന് അടിച്ചു മാറ്റി എൻ്റെ ഷെൽഫിനകത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് അനാമിക കരച്ചിലിൻ്റെ വക്കോളം എത്തുകയാണ്. ഇത് കണ്ടുകൊണ്ട് പെട്ടെന്ന് നവ്യ പറയുകയാണ്, അതേടി, നീ പറഞ്ഞത് സത്യം തന്നെയാണ്. ഞാനാണ് ഈ പണം എടുത്തത്. ഞാൻ തന്നെയാണ് ഈ പണം ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തത്.
പക്ഷേ ഞാൻ അമ്മായിയുടെ അലമാരിയിൽ നിന്നും പണം മോഷ്ടിച്ചിട്ടില്ല. ഈ പണം അമ്മായിയുടെ ഷെൽഫിൽ നിന്നും മോഷ്ടിച്ചത് ഈ നിൽക്കുന്ന ഈ പെരുങ്കള്ളിയും എൻ്റെ അമ്മായിയമ്മയും കൂടിയാണ്. പെട്ടെന്ന് ദേവയാനി ചോദിക്കുകയാണ്, നവ്യേ, നീ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത്? അതെ അമ്മായി, ഞാൻ സത്യം തന്നെയാണ് പറയുന്നത്. ഇന്ന് ഉച്ചയൂണ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഉറങ്ങുവാൻ വേണ്ടി എൻ്റെ മുറിയിലേക്ക് പോകുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്ന് എന്തൊക്കെയോ കുശുകുശുക്കുന്നത് കാണുവാനിടയായി. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു എന്തൊക്കെയോ കള്ളത്തരങ്ങൾക്ക് വേണ്ടിയുള്ള പുറപ്പാടാണെന്ന്. അതുകൊണ്ട് തന്നെ തുടർന്ന് ഇവരുടെ അടുത്ത നീക്കം എന്താണെന്ന് അറിയുവാൻ വേണ്ടി ഞാൻ മറഞ്ഞു നിന്നുകൊണ്ട് നിരീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കാണുകയാണ് രണ്ടാളും കൂടി മെല്ലെ അമ്മായിയുടെ മുറിയിലേക്ക് വരുന്നതും എൻ്റെ അമ്മായിയമ്മയെ മുറിയുടെ വാതിൽ കാവൽ നിർത്തിയിട്ട് ഇവൾ അകത്തേക്ക് കയറി ഈ പണം അവിടെ നിന്ന് എടുക്കുകയും തുടർന്ന് ആദർശേട്ടൻ്റെയും നയനയുടെയും മുറിയിലേക്ക് ഈ പണവുമായി പോയി മുഴുവൻ പണവും അവരുടെ ഷെൽഫിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് രണ്ടുപേരും ഒന്നും അറിയാത്തതുപോലെ താഴേക്ക് ഇറങ്ങി പോകുന്നതും. ഇതിന്റെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായി കാണും. നയനയെ കള്ളിയാക്കുവാനും അതിന്റെ പേരിൽ ഈ തറവാട്ടിൽ നിന്നും എൻ്റെ അനിയത്തിയെ പടിയടച്ച് പിണ്ടം വെക്കുവാനും വേണ്ടി എൻ്റെ അമ്മായിയമ്മയും ഇവളും ചേർന്ന് നടത്തിയ കള്ളത്തരങ്ങളായിരുന്നു ഇത്. തുടർന്ന് രണ്ടുപേരും താഴേക്ക് ഇറങ്ങിപ്പോയതിനു ശേഷം ഉടൻ തന്നെ ഞാൻ നയനയുടെ മുറിയിൽ കയറി ഈ പണം മുഴുവനും എടുത്തിട്ട് അനാമികയുടെ വസ്ത്രങ്ങൾക്കിടയിൽ കൊണ്ടുവന്ന് വെച്ചു. അത്രേ ഉള്ളൂ. ഇത്രയും കേട്ടപ്പോഴേക്കും വലിയ കോപത്തോടെ മൂർത്തി സാർ അനാമികയുടെയും ജലജയുടെയും മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്, ശരിയാണോ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ? പെട്ടെന്ന് അനാമിക, മുത്തശ്ശ, ഇവൾ പറയുന്നത് വിശ്വസിക്കരുത്, പച്ചക്കള്ളമാണ് ഇവൾ പറയുന്നത്. ഞാനും അപ്പച്ചിയും മനസ്സറിയാത്ത കാര്യങ്ങളാണ്. ഇല്ല, ഇതൊക്കെ എന്നോടുള്ള പക പോക്കുവാൻ വേണ്ടി ബോധപൂർവം കെട്ടിച്ചമച്ച കള്ളത്തരങ്ങളാണ് ഇവൾ ഈ പറയുന്നത്. ദയവ് ചെയ്ത് ഇവൾ പറയുന്നൊന്നും ഇവിടെ ആരും വിശ്വസിക്കരുത്. അപ്പോൾ മുത്തശ്ശൻ അനാമികയോട് പറയുകയാണ്, അനാമികയെ, ഈ പണം കാണാനില്ല എന്ന് ദേവയാനി പറഞ്ഞ സമയത്ത് തന്നെ നീയും ഇങ്ങനെയൊക്കെ തന്നല്ലേ പറഞ്ഞത്? നയനമോളെയും നവ്യമോളെയും കള്ളിയാക്കിക്കൊണ്ടല്ലേ നീ സംസാരിച്ചത്? ആ സമയത്ത് അത് കേട്ടപ്പോൾ അവർക്ക് വിഷമമൊന്നും തോന്നിയില്ലേ? ഇപ്പോൾ അതേ നാണയത്തിൽ തന്നെയല്ലേ നവ്യമോൾ തിരിച്ചടിച്ചത്? അപ്പോൾ ജലജ പറയുകയാണ്, അച്ഛാ, ഇവൾ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഞങ്ങൾ ഒരു ഗൂഢാലോചനയും നടത്തിയിട്ടില്ല, ആരുടെയും ഒന്നും മോഷ്ടിച്ചിട്ടുമില്ല. അനാമിക മോളെ കള്ളിയാക്കുവാൻ ഇവൾ തന്ത്രങ്ങൾ മെനയുകയും ഒടുവിലത് നടപ്പാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഉടനെ ദേവയാനി മുൻപോട്ട് നടന്നു വന്നിട്ട് അനാമികയുടെ കരണ താഞ്ഞൊന്ന് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എടീ, ഈ പണം എൻ്റെ ഷെൽഫിൽ നിന്ന് മോഷ്ടിച്ചത് നീ തന്നെയാണ്. നീ ജലജയുമായി ഗൂഢാലോചന നടത്തുന്നത് ഞാൻ കണ്ടതാണ്. പക്ഷേ അപ്പോഴത് കണ്ടില്ല എന്ന് നടിച്ച് ഞാൻ മാറി നിൽക്കുകയായിരുന്നു. ഇത് എവിടെ വരെ പോകും എന്നെനിക്കറിയണമായിരുന്നു. നിങ്ങൾ ഇരുവരും ചേർന്ന് മുകളിലേക്ക് കയറിപ്പോകുന്നതും എൻ്റെ മുറിക്കകത്ത് നിന്ന് പണം എടുത്തുകൊണ്ട് നയനയുടെ മുറിയിലേക്ക് പോകുന്നതുമൊക്കെ ഞാനും മറഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. നിന്റെയൊക്കെ കള്ളത്തരങ്ങൾ പലയാവർത്തി കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചങ്ങ് വിട്ടുകളയുകയായിരുന്നു. പക്ഷേ ഇനി ഇത് മുൻപോട്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാവരും അറിയട്ടെ, ഇത് കരുതി തന്നെയാണ് ഞാനും ആ സമയത്ത് മൗനമായിരുന്നത്. ഉടനെ മുത്തശ്ശി അനാമികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാ, ഇതെന്തൊക്കെയാണ് കുട്ടി നീ കാണിക്കുന്നത്? ഇത്രയും വൃത്തികെട്ട മനസ്സാണ് നിന്റേതെന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. വന്ന് കയറിയ നാൾ മുതൽ നിന്റെ എടുത്തടിച്ചുള്ള സംസാരവും മുതിർന്നവരെ ബഹുമാനിക്കാത്തതും ദേഷ്യവുമൊക്കെ പ്രായത്തിന്റെ പക്വതയില്ലായ്മ മാത്രമായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ നീ ഒരു പെരുങ്കള്ളിയായിരുന്നുവെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഈ സമയത്ത് മുത്തശ്ശൻ ജലജയുടെ അരികിലേക്ക് എന്നിട്ട് ജലജയുടെ ചെവിക്കലിനിട്ടും ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ജലജയെ, നിന്റെ മോൻ എന്തുകൊണ്ടാണ് വഴിതെറ്റിപ്പോയതെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ ആരാണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നിന്റെ മകന് തന്നെയാണ്. നിന്നെ കണ്ടല്ലേ അവൻ വളർന്നു വന്നത്. അമ്മയും മകനും ഈ ജന്മത്തിൽ നന്നാകില്ല. ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് വല്ലാത്ത സങ്കടത്തോടെ നയന മൗനമായിട്ട് നിൽക്കുകയാണ്. നയനയുടെ അരികിലേക്ക് ചെന്നിട്ട് നവ്യ പറയുകയാണ്, നയനെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമ്മൾ ജീവിതത്തിൽ ഇതുവരെ നമ്മുടെ അഭിമാനം ആരുടെയും മുമ്പിൽ പണയം വെച്ചിട്ടില്ല. ഇല്ലായ്മയും ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് പോലും ഒരു മനുഷ്യൻ്റെയും ഒരു രൂപ നമ്മൾ മോഷ്ടിച്ചിട്ടില്ല, അങ്ങനെയൊന്ന് ആഗ്രഹിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് നമുക്ക് എവിടെയും തല ഉയർത്തി തന്നെ നിൽക്കാൻ കഴിയും. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, നയനമോളെ, മോള് സങ്കടപ്പെടണ്ട. ഇനി ഈ പണം മുഴുവനും നിന്റെ ഷെൽഫിൽ നിന്ന് തന്നെയായിരുന്നു ലഭിച്ചിരുന്നതെങ്കിലും നീ മോഷ്ടിച്ചതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കില്ലായിരുന്നു. കാരണം മോൾ ആരാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ തറവാടിൻ്റെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി മാത്രമാണ് മോൾ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് നാളെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കി തന്നെ മോളങ്ങ് മുൻപോട്ട് പോയാൽ മതി. എന്തായാലും ഈ തറവാട്ടിൽ കഴുകിക്കളയാൻ കഴിയാത്ത ചില കറകളൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. വീണ്ടും വിചാരമില്ലാതെ എൻ്റെ ആൺമക്കൾ മുൻപോട്ട് നീങ്ങിയതുകൊണ്ട് സംഭവിച്ചതാണിതൊക്കെ. തൽക്കാലം സഹിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അളമുട്ടിയാൽ തിരിഞ്ഞു കടിക്കാത്ത ഒരു പാമ്പുമില്ല. അനന്തപുരിയിൽ എന്ത് നടക്കുന്നു എന്നറിയുവാൻ കാത്തു നിൽക്കുന്നൊരു സമൂഹം പുറത്തുണ്ട്. പരമ്പരാഗതമായി കെട്ടി ഉയർത്തിക്കൊണ്ടുവന്ന ഒരഭിമാനമുണ്ട് ഈ കുടുംബത്തിന്. അത് തകർന്നു വീഴരുത് എന്ന് കണ്ടു മാത്രമാണ് കാണാൻ പാടില്ലാത്തത് പലത് കണ്ടിട്ടും ഞാൻ മൗനമായി നിൽക്കുന്നത്. അല്ലാതെ ഇതെൻ്റെ ബലഹീനതയാണ് എന്നാരും തെറ്റിദ്ധരിക്കണ്ട. ഇത് പറഞ്ഞിട്ട് മുത്തശ്ശൻ മുറിക്കകത്തേക്ക് കയറിപ്പോവുകയാണ്. തുടർന്ന് ഓരോരുത്തരായി അവരവരുടെ മുറികളിലേക്ക് നടക്കുമ്പോൾ
അടിയും കൊണ്ട് അഭിമാനവും നഷ്ടപ്പെട്ട് ഉള്ള വിശ്വാസ്യതയെല്ലാം നഷ്ടപ്പെടുത്തി ജലജയും അനാമികയും അനന്തപുരിയുടെ നടുത്തളത്തിൽ അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. വരുവാൻ പോകുന്ന എപ്പിസോഡുകൾ ത്രില്ലടിപ്പിക്കുന്നതാണ്. അത് കാണുവാൻ വേണ്ടി നമുക്കും കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.